എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ. അതിന് പകരം ഇപ്പൊ പുതിയ പെണ്ണിന്റെയും പുതിയാപ്പിളയുടെയും മദ്ഹായി. അതിങ്ങനെ കണ്ടിട്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ എഴുതുകയാണ്, നൗഷാദ് ബാക്കവി ഒരു ബാക്കവിയും ഇതിനെതിരെ പ്രസംഗിക്കൂല. പിന്നെ എന്റെ കൊച്ചാപ്പാടെ മക്കളല്ലേ അത് പാടാൻ പോയത്. പുതിയാപ്പിളയുടെ മദ്ഹ്. എന്നിട്ട് പുതിയ പെണ്ണ് ഇറങ്ങി വരുമ്പോ റുഷ്തമോൾ റുഷ്തമോൾ റുഷ്ത റുഷ്ത റുഷ്തമോൾ. നട്ടലുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈമാനുള്ളവൻ, നട്ടല്ലുള്ളെന്ന് ഞാൻ പറയണില്ല, ഈമാനുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായിപ്പോയി. ഈ തലക്കെട്ടും കെട്ടി ഈ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഈ റുഷ്തമോളെ ഉണ്ടാക്കണ്ട. അല്ലാത്ത വേഷത്തിൽ പോയിരുന്നു നിങ്ങൾ എന്ത് അഭിപ്രായം വേണോ കാണിച്ചു. എന്തു മോശാണ്, എന്തു മോശാണ്. പുതിയാപ്പിള ഇതുവരെ കാണിക്കാത്തത് റുഷ്തമൊക്കെ കാണിക്കാൻ പോകുന്നു എന്നാണ് പാട്ടിൽ പറയുന്നത്. നമ്മൾ പാട്ടിന് വിളിച്ചാൽ പാട്ട്, രാവിലെ കട്ടൻ ചായ കുടിക്കേണ്ട സ്ഥലത്ത് ബിരിയാണിയും കൊടുക്കരുത്, ബിരിയാണി കൊടുക്കേണ്ട സ്ഥലത്ത് കട്ടൻ ചായയും കൊടുക്കരുത്. ബുറുദയെല്ലാം വിളിച്ചാൽ ബുറുദയെല്ലാം, വേറെ അവിടെ പാട്ടൊന്നും പാടാൻ പാടില്ല. അത്രയും ആദരവോടെ ബഹുമാനത്തോടെ ബുറുദ കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ് സാസ്. ജനങ്ങളെല്ലാവരും എഴുന്നേറ്റൊക്കെ പോവുകയും ചെയ്യും, കാരണം അവർ ബുറുദ കേൾക്കാനാണ് വന്നത്. അദബ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് എവിടെയും പാലിക്കണം. അതിലേറ്റവും വലുതാണ് ഈ മൗലിദ്, ബുർദ, കിതാബ്, ഖുർആന്, ഹദീസ്, ഇൽമ്, ആലിമ്, ഉസ്താദ്, ബാപ്പ, ഉമ്മ, പ്രായമുള്ളവർ, ഗുരുനാഥന്മാര്, അവിടെ ഒക്കെ അദബ് പാലിക്കണം. ബുർദന്റെ ഇടക്ക് പാട്ട് പാടാൻ പാടില്ല, ബുർദന്റെ മുമ്പും പാട്ട് പാടാൻ പാടില്ല. ഇനി അഥവാ ഒരുത്തർ പാട്ട് പാടണമെന്ന് വല്ലാതെ മൂട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാട്ട് പാടണമെന്ന് ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുർദന്റെ ശേഷം വേണമെങ്കിൽ പാടാം. എല്ലാറ്റും അദബുണ്ട്. തഖ്ദീം വഖദ്ദിമിൽ ഖസ്സ ഫി ഇത്തിസാലി വഖദ്ദിമ മാ ശിത ഫി ഇൻഫിസാലി. ആരും നിയന്ത്രിക്കാനില്ലാത്ത മേഖലയിൽ ഓരോരുത്തർ കേറിയാണ്ട് മേഞ്ഞു. അങ്ങനെയാണെന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മോളും റുഷ്ദമോളൊക്കെ ഉണ്ടാവും. റുഷ്ദമോള് ചിന്താമ എന്നുള്ളടത്ത് നിർത്തുകയാണെങ്കിൽ കുറച്ചൊക്കെ സഹിക്കായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പുതുമണവാളൻ കാണിക്കാൻ പോണ ഇതുവരെ കാണിക്കാത്ത സംഗതികളൊക്കെ ഓർമ്മിക്കണം. എന്ത് തോന്നിയാസാണ് ഇതൊക്കെ. തലയിൽ കെട്ടിയിരുന്നിട്ട് നീളം കുപ്പായിട്ടിട്ട് ആ സാസിലുള്ളവരൊക്കെ വിധം തന്നെ ഇരുന്നിട്ട് തോന്നിയാസം പാടുക. ഒരാൾക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നുന്നുണ്ട്. ഒരുത്തൻ അങ്ങനെ കഥ ഇല്ലാതെ പാടുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോരണ്ടേ? ലൂത്ത് നബി ചോദിച്ച പ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട്, പക്വതുള്ള ഒരെണ്ണം കൂട്ടത്തിലില്ലേ?